നെറുകേടിനെതിരെ ഇറാന്റെ ഡ്രോൺ പ്രഹരം. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക നടത്തിയ ഏകപക്ഷീയമായ സൈനികാക്രമണത്തോടെ പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലായിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ ഇരുപക്ഷവും തമ്മിൽ ഒപ്പുവെച്ച സമാധാന ധാരണാപത്രത്തിന്റെ മഷി ഉണങ്ങും മുൻപാണ് അമേരിക്ക വീണ്ടും മേഖലയിൽ ചോരപ്പുഴ ഒഴുക്കാൻ ശ്രമിക്കുന്നത്. സമാധാന ചർച്ചകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ ഈ വ്യോമാക്രമണം അവരുടെ പതിവ് സാമ്രാജ്യത്വ ധാർഷ്ട്യത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇറാനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ നൽകിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര സമൂഹത്തെ ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല. നിങ്ങൾ അത് ഉടൻ കണ്ടെത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവനയിലൂടെ പറഞ്ഞ വാക്കിന് യാതൊരു വ്യവസ്ഥയുമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് താനെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു. മുൻപ് പല അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയ ചരിത്രമുള്ള ട്രംപ് ഇത്തവണയും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. അമേരിക്കയുടെ അപ്രതീക്ഷിത ആക്രമണത്തിന് തൊട്ടു പിന്നാലെ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശക്തമായ തിരിച്ചടി നൽകി. മുൻപത്തെ പോലെ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഭയന്നോടാൻ തങ്ങൾ തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇറാൻ നൽകിയത്. മുൻ ആക്രമണങ്ങൾക്ക് വൻ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന IRGCയുടെ മുന്നറിയിപ്പ് കേവലം വാക്കുകളല്ലെന്ന് അമേരിക്ക ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ജൂൺ 25-ന് സിംഗപ്പൂർ പതാകയുള്ള MV എവർ ലവ്ലി എന്ന ചരക്ക് കപ്പലിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് അമേരിക്ക സെൻട്രൽ കമാൻഡ് ആരോപിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ അധിനിവേശം ന്യായീകരിക്കാൻ അമേരിക്ക കെട്ടിച്ചമച്ച കഥയാണിത്. ഒരു കപ്പലിന് നേരെ ചെറിയൊരു പോറൽ പോലും ഏൽക്കാത്ത സംഭവത്തെ സമാധാന കരാർ ലംഘനമെന്ന് വിളിച്ച് ഇറാനിലെ സിവിൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബിടാൻ അമേരിക്ക ഇതൊരു ആയുധമാക്കുകയായിരുന്നു. തെക്കൻ തുറമുഖ നഗരമായ സിറിക്കിലെ തീരപ്രദേശങ്ങളിലാണ് അമേരിക്കൻ വിമാനങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയത്. സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാനും തീരദേശ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള ഇറാന്റെ റഡാർ സംവിധാനങ്ങളെയും പ്രതിരോധ സംഭരണശാലകളെയുമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇത് ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ കടന്നുകയറ്റവും ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളുടെ ലംഘനവുമാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് എക്സിലൂടെ നടത്തിയ പ്രസ്താവന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നതാണ്. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുമെന്ന് പറയുന്ന വാൻസ് ആരാണ് ഇവിടെ ആദ്യം അക്രമം തുടങ്ങിയതെന്ന് മറച്ചുവെക്കുകയാണ്. വെടിനിർത്തൽ കരാർ ഒപ്പിട്ട ശേഷം അത് ലംഘിക്കാൻ അവസരം പാർത്തിരുന്ന അമേരിക്ക ഇപ്പോൾ സമാധാനത്തിന്റെ വക്താക്കളാകാൻ ശ്രമിക്കുന്നത് തികച്ചും പരിഹാസ്യമാണ്. സൈനിക നടപടികൾക്ക് തൊട്ടു മുൻപ് ഇറാനിൽ ആഭ്യന്തര അട്ടിമറി നടത്താൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ശ്രമിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാനിലെ ജനകീയ ഭരണകൂടത്തെ തകർക്കാനും അവിടെ തങ്ങളുടെ പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കാനും ട്രംപ് ഭരണകൂടം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശക്തമായ ജനപിന്തുണയുള്ള ഇറാന്റെ സൈന്യം ഈ അട്ടിമറി നീക്കങ്ങളെല്ലാം വിജയകരമായി ചെറുത്തു തോൽപ്പിച്ചു. കടലിടുക്കിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി കടന്നുപോകാൻ ശ്രമിച്ച 3 വിദേശ ടാങ്കറുകൾക്ക് നേരെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് വെടിയുതിർത്തു. മേഖലയുടെ സുരക്ഷ തകർക്കാൻ എത്തുന്ന ചരക്കു കപ്പലുകൾ അനധികൃത കപ്പലുകളെയും നിരീക്ഷിക്കാനും തടയാനും ഇറാന് പൂർണ്ണ അവകാശമുണ്ട്. തങ്ങളുടെ കടൽ അതിർത്തിയിൽ നിയമലംഘനം നടത്തുന്നവരോട് വിട്ടുവീഴ്ചയില്ലെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. മേഖലയിൽ നയതന്ത്ര വിജയം നേടിയെന്ന് വരുത്തി തീർക്കാൻ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള കരാറിനെ അമേരിക്ക ഉയർത്തിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഹിസ്ബുള്ള ഈ കരാറിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതോടെ അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമങ്ങൾ എത്രത്തോളം പൊള്ളയാണെന്ന് വ്യക്തമായി. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ അധിനിവേശത്തിന് കുടപിടിക്കുന്ന അമേരിക്കയ്ക്ക് ഒരിക്കലും ഒരു യഥാർത്ഥ സമാധാന പങ്കാളിയാകാൻ കഴിയില്ല. വർഷങ്ങളായി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ ക്രൂരമായ സാമ്പത്തിക ഉപരോധങ്ങളെ ധീരമായി അതിജീവിച്ച രാജ്യമാണ് ഇറാൻ. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത നേടിയ ഇറാൻ സ്വന്തമായി നിർമ്മിച്ച അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് അമേരിക്കൻ അധിനിവേശത്തെ ചെറുക്കുന്നത്. സാമ്പത്തികമായി തകർക്കാൻ നോക്കിയവർക്ക് മുന്നിൽ സാങ്കേതിക കരുത്തുകൊണ്ടാണ് ഇറാൻ മറുപടി നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിലും പശ്ചിമേഷ്യയിലും ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ അമേരിക്ക തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ ഇവിടെ നിന്നും പിൻവലിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ട്രംപിന്റെ വാഗ്ദാനങ്ങൾ ലംഘനങ്ങളും ഭീഷണികളും ഇറാന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ വില പോവില്ല. സ്വന്തം മണ്ണും പരമാധികാരവും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം ലോകത്തിലെ അടിച്ചമർത്തപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരു വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.